ഉത്തിതനായ യേശുവിൻ്റെ അനുഭവമുണ്ടായ പാഴ്സി മത വിശ്വാസിയായ മീനു എഞ്ചിനീയർ. BC 6-ാം നൂറ്റാണ്ടിൽ പേർഷ്യൻ പ്രവാചകനായ സൊറാസ്ട്രിയനിസം എന്ന പാഴ്സി മതം സ്ഥാപിച്ചു. ദ്വിതീയ ഘടനയുള്ള ഏകദൈവ വിശ്വാസമാണ് ഇവരുടേത്. ഇവർ സ്നേഹവാനായ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നു. ഈ ദൈവത്തിന് നന്മയെ തിരഞ്ഞെടുക്കുന്ന ഒരു മകനും തിന്മയെ തിരഞ്ഞെടുക്കുന്ന മറ്റൊരു മകനും ഉണ്ടെന്നും അന്തിമമായി നന്മ വിജയം കൈവരിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു. മരിച്ചവരെല്ലാം ഉത്ഥാനം ചെയ്യുമ്പോൾ അന്ത്യവിധി ഉണ്ടാകുമെന്നും ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടായിരിക്കുമെന്നും കൂടി അവർക്ക് വിശ്വാസമുണ്ട്. സൊറാസ്ട്രിയൻ മതത്തിൽ ജനിച്ച ഞാൻ 23-ാമത്തെ വയസ്സിലാണ് ക്രിസ്ത്യാനിയായത്. പക്ഷേ അതിനു മുൻപേ തന്നെ ദൈവം എന്റെ ജീവിതത്തിൽ പ്രവർത്തിച്ചിരുന്നു. കൃത്യമായി പറഞ്ഞാൽ എന്റെ സ്കൂൾ കാലഘട്ടം മുതൽ എന്റെ മാതാപിതാക്കൾ എന്നെ ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് ചേർത്തത്. എനിക്ക് 10 വയസ്സുള്ളപ്പോൾ എന്റെ ജീവിതത്തിൽ യേശുവിന്റെ പ്രവർത്തനം എനിക്ക് അനുഭവപ്പെട്ടു. സ്കൂളിൽ ഒഴിവു സമയത്തായിരുന്നു ആ ദിവ്യ അനുഭവം എനിക്ക് അനുഭവപ്പെട്ടത്. സാധാരണയായി ഞങ്ങൾ പലവിധ കളികളിലും ഏർപ്പെടുമായിരുന്നു. അന്ന് ഞങ്ങൾ കള്ളനും പോലീസും കളിക്കുകയായിരുന്നു. കള്ളനായി കളിച്ചിരുന്ന എനിക്ക് പലപ്പോഴും ഒളിച്ചിരിക്കേണ്ടതായി വന്നിരുന്നു. ഒരു കൊച്ചു പള്ളിയായിരുന്നു ഞാൻ പതിവായി ഒളിച്ചിരിക്കാൻ തിരഞ്ഞെടുത്തിരുന്നത്. കാരണം ആർക്കും പെട്ടെന്ന് കണ്ടുപിടിക്കുവാൻ പ്രയാസമായ ഒരു സ്ഥലമായിരുന്നു അത്. അങ്ങനെ ഒരു നാൾ ആ പള്ളിയിൽ ഒളിച്ചിരിക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം എനിക്ക് അവിടെ ബോധ്യപ്പെട്ടു. സർവശക്തനായ ദൈവത്തിന്റെ മുന്നിൽ ഞാൻ വളരെ ചെറുതായി എനിക്ക് അനുഭവപ്പെട്ടു. ഈശ്വരന്റെ മഹത്വവും ശക്തിയും മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ അന്ന് അവിടെ നിശബ്ദനായി നിന്നുപോയി. സ്കൂൾ ബെല്ല് മുഴങ്ങുന്നത് വരെ അന്ന് ഞാൻ അവിടെ നിന്നു. ഇതായിരുന്നു എന്റെ ആദ്യ അനുഭവം. ചുരുക്കത്തിൽ ഇതുപോലെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തിനുണ്ടായ പല അനുഭവങ്ങളും സത്യമറിയുവാനുള്ള തീവ്രമായ ആഗ്രഹം അദ്ദേഹത്തിൽ ഉടലെടുത്തു. എന്നാൽ നിഷേധാത്മകമായ 2 അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ഇടയ്ക്കിടെ ഉണ്ടായിക്കൊണ്ടേയിരുന്നു. ഏകാന്തതയായിരുന്നു ആദ്യ അനുഭവം. കൂട്ടുകാരോടൊപ്പം ഇരുന്ന് പഠനത്തിൽ ഏർപ്പെട്ടിരുന്നപ്പോൾ വളരെ രസകരമായിരുന്നു, ഒരു കുഴപ്പമില്ലായിരുന്നു. എന്നാൽ ഞാൻ ഏകനായിരിക്കുമ്പോൾ ഏകാന്തതയുടെ ഭാരം എനിക്ക് അനുഭവപ്പെട്ടു. വാരാന്ത്യങ്ങളിൽ ശനി ഞായർ ദിവസങ്ങളിലെ സായാഹ്നങ്ങളിൽ ക്ലബിൽ പോയിട്ടാണ് ഞാൻ സമയം ചെലവഴിച്ചിരുന്നത്. അങ്ങനെ ഒരു ദിവസം ഞാൻ ഒരു സ്നേഹിതന്റെ വീട്ടിലേക്ക് പോയപ്പോൾ അവൻ പുറത്തു പോയതായി അറിഞ്ഞു. എന്റെ മറ്റു ചില കൂട്ടുകാരും എന്നെ തനിച്ചാക്കി പുറത്തു പോയതായി ഞാൻ മനസ്സിലാക്കി. അവരെല്ലാം തേടി അന്ന് സന്ധ്യ മുഴുവനും എനിക്ക് ചെലവഴിക്കേണ്ടതായി വന്നു. ആ നിമിഷങ്ങളിൽ ഏകാന്തതയുടെ ഭാരം എനിക്ക് അനുഭവപ്പെട്ടു. നിങ്ങൾക്കറിയാവുന്നതുപോലെ എനിക്ക് അപരിഹാര്യമായ ഈ ഏകാന്തത എന്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയിരുന്നു. ഈ പ്രശ്നം എന്റെ മനസ്സിൽ ദീർഘനാളം നിലനിന്നു. എന്റെ ജീവിതത്തിലുണ്ടായ മറ്റൊരു നിഷേധാത്മകമായ അനുഭവമായിരുന്നു കുറ്റബോധവും പാപബോധവും. ജൂനിയർ കോളേജിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ദുഃഖാനുഭവം കൂടി എന്റെ ജീവിതത്തിൽ ആരംഭിച്ചത്. തെരുവീതിയിൽ കൂടി നടന്നു പോകുമ്പോഴും വെറുതെ ഇരിക്കുമ്പോഴും ഇത്തരം ചിന്തകൾ എന്നെ വേട്ടയാടി. അതോടൊപ്പം ഏകാന്തതയുടെ ദുഃഖഭാരവും. ഇവയോടെല്ലാം എങ്ങനെ ഒത്തുചേർന്ന് പോകണമെന്നറിയാതെ ഞാൻ കുഴങ്ങി. ചുരുക്കത്തിൽ അദ്ദേഹത്തിന്റെ മനസ്സിലെ ഈ കുറ്റബോധവും ഏകാന്തതയും നീക്കുവാൻ ആർക്കു കഴിയും എന്നതിനെപ്പറ്റി അദ്ദേഹം ആശങ്കാകുലനായി. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. യുവാക്കൾ പോലും തളരുകയും ക്ഷീണിക്കുകയും ചെയ്തേക്കാം. ചെറുപ്പക്കാർ ശക്തിയേറ്റു വീഴാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അതിനിടെ എന്റെ സഹപാഠികളിൽ ചിലർക്ക് അമേരിക്കൻ സർവകലാശാലയിൽ പ്രവേശനം ലഭിച്ചത് എന്നിൽ അസൂയ ഉണർത്തി. അതുകൊണ്ട് അവർക്കത് സാധിക്കുമെങ്കിൽ എനിക്കും സാധിക്കുമെന്നുള്ള നിഗമനത്തിൽ ഞാനും എന്റെ ജോലി തിരക്കിനിടയിൽ അവിടെ പോയി പഠനം നടത്തുവാനുള്ള സാധ്യതകൾ ആരാഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ ഞാനും അതിനുള്ള അപേക്ഷ നൽകി. പക്ഷേ അവിടെ വിദ്യാഭ്യാസത്തിന് അയക്കുവാനുള്ള സാമ്പത്തിക ശേഷി എന്റെ മാതാപിതാക്കൾക്കില്ലായിരുന്നു. അതുകൊണ്ട് സാമ്പത്തിക സഹായത്തിനു വേണ്ടി എന്റെ തന്നെ പാഴ്സി സമുദായത്തിലുള്ളവരോട് ഞാൻ സഹായം അഭ്യർത്ഥിച്ചു. 1 വർഷത്തോളം ഇത്തരത്തിൽ ശ്രമിച്ചതിന്റെ ഫലമായി എനിക്ക് അമേരിക്കയിലെ ഒരു സർവകലാശാലയിൽ പ്രവേശനം ലഭിച്ചു. മാത്രമല്ല, യാത്രയ്ക്കും പഠനത്തിനും വേണ്ട ചെലവുകൾക്കായുള്ള സാമ്പത്തിക സഹായം ലഭിക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് അമേരിക്കയിൽ പോയി പഠനം നടത്തുവാൻ കഴിഞ്ഞു. ദൈവത്തിന് എന്റെ കാര്യത്തിൽ മറ്റെന്തോ പദ്ധതികൾ ഉണ്ടായിരുന്നുവെന്നും എനിക്കറിയില്ലായിരുന്നു. മനുഷ്യൻ തന്റെ മാർഗം ആലോചിച്ചു വയ്ക്കുന്നു. അവന്റെ കാലടികളെ നിയന്ത്രിക്കുന്നത് കർത്താവാണ്.
അമേരിക്കയിൽ ഏകാഗ്രതയോടെ ഞാൻ പഠനത്തിൽ മുഴുകി. അമേരിക്കക്കാരുമായി നല്ല പോലെ ഇടപഴകി ജീവിച്ചു. ഒരിക്കൽ അവിടെ വെച്ച് അമേരിക്കക്കാരനായ ഒരു വിദ്യാർത്ഥി ശനിയാഴ്ച രാവിലെ നടക്കുന്ന ബൈബിൾ പഠന ഗ്രൂപ്പിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. അന്ന് എനിക്ക് ദൈവത്തിൽ താല്പര്യമില്ലായിരുന്നു. ഒരു സമർത്ഥനായ എഞ്ചിനീയർ ആകുക എന്ന ബുദ്ധിപരമായ ലക്ഷ്യമായിരുന്നു എനിക്ക് അന്നുണ്ടായിരുന്നത്. എന്റെ നേട്ടങ്ങളുടെ പട്ടിക വലുതാക്കുക, അങ്ങനെ എനിക്ക് സ്വയം പെരുമയുണ്ടാക്കുക എന്നതൊക്കെയായിരുന്നു എന്റെ ലക്ഷ്യം. തന്മൂലം അന്ന് ആ വിദ്യാർത്ഥി എന്നോട് സംസാരിക്കുമ്പോൾ ഒഴിവുകഴിവ് പറഞ്ഞ് ബൈബിൾ പഠന ഗ്രൂപ്പിൽ പോകുന്നത് ഒഴിവാക്കാനായിരുന്നു എന്റെ ശ്രമം. ലളിതമായൊരു പ്രഭാത ഭക്ഷണത്തിനു കൂടി ആ വിദ്യാർത്ഥി എന്നെ ക്ഷണിച്ചിരുന്നു. അതിനിടെ സർവകലാശാലയിൽ ട്യൂഷൻ ഫീസ് ക്രമാതീതമായി ഉയർന്നിരുന്നു. എന്റെ ജീവിത ചെലവിൽ നിന്ന് മിച്ചം വെച്ച് അധിക ഫീസ് നൽകുവാൻ ഞാൻ നിർബന്ധിതനായി. അതുകൊണ്ട് ഞാൻ ചെലവുകൾ വെട്ടിക്കുറച്ചു. ഒരു ദിവസം ഒരു നേരം മാത്രം ആഹാരം കഴിച്ചും വാരാന്ത്യങ്ങളിൽ വളരെ കുറച്ച് പണം മാത്രം ചെലവാക്കിയും ഞാൻ കഴിഞ്ഞുകൂടി. അതുകൊണ്ട് പ്രഭാത ഭക്ഷണത്തോടു കൂടിയുള്ള ബൈബിൾ പഠന ഗ്രൂപ്പിലേക്ക് ആ വിദ്യാർത്ഥി ക്ഷണിച്ചത് ഞാൻ സ്വാഗതം ചെയ്തു. എനിക്ക് ബൈബിൾ താല്പര്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഈ സംഭവം എന്റെ ജീവിതത്തിലെ ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കമായിരുന്നു. ബൈബിളിൽ എനിക്ക് തുടക്കത്തിൽ താല്പര്യമില്ലായിരുന്നു. പഠന ഗ്രൂപ്പിൽ ബൈബിളിനെ പറ്റി മറ്റുള്ളവർ സംസാരിക്കുന്നത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ലെങ്കിലും അവിടെ ലഭിച്ചിരുന്ന പ്രഭാത ഭക്ഷണത്തെ കരുതി ഞാൻ പങ്കെടുത്തിരുന്നു. ക്രിസ്മസ് അവധിക്കാലം വന്നു. ബൈബിൾ പഠന ഗ്രൂപ്പിലെ വിദ്യാർത്ഥികളിൽ ഒരാൾ എന്നെ അവന്റെ വീട്ടിലേക്ക് കുറച്ചു ദിവസം താമസിക്കുവാൻ ക്ഷണിച്ചു. അത് ഞാൻ പല കാരണങ്ങളാലും സ്വീകരിച്ചു. അവന് സ്വന്തമായ ഒരു കാർ ഉണ്ടായിരുന്നു. അവന്റെ കാറിൽ അവൻ സ്വന്തം വീട്ടിലേക്ക് കാറോടിച്ചു പോകുകയായിരുന്നു. തൊട്ടടുത്ത് ഞാനും ഇരിക്കുന്നുണ്ടായിരുന്നു. യാത്രാമധ്യേ എന്റെ മതത്തെക്കുറിച്ച് അവൻ ചോദിച്ചു. ഞാൻ അതേപറ്റി മറുപടിയും നൽകി. അവന്റെ അനുഭവങ്ങൾ എന്നോട് അവൻ പങ്കുവച്ചു. ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു വളർന്ന അവന്റെ ക്രൈസ്തവ വിശ്വാസം അവൻ വളർന്ന് കോളേജിൽ പോയതിനു ശേഷം ഇല്ലാതായി എന്ന് അവൻ പറഞ്ഞു. കോളേജിൽ അവൻ നിരീശ്വരനായ ഒരു പ്രൊഫസറുമായി പരിചയപ്പെട്ടുവെന്നും പിന്നീട് അവന്റെ വിശ്വാസം നഷ്ടപ്പെട്ടുവെന്നും അവൻ പറഞ്ഞു. പക്ഷേ പിന്നീട് അവന്റെ ജീവിതത്തിൽ കാര്യമായ ഒരു സംഭവമുണ്ടായി. അവന് ഗൗരവമായ രോഗമുണ്ടാവുകയും അതിൽ നിന്ന് അവന് സൗഖ്യം ലഭിക്കുകയും ചെയ്തു. അവൻ എങ്ങനെ രോഗശാന്തി ലഭിച്ചുവെന്ന് എനിക്കപ്പോൾ മനസ്സിലായില്ല. അവന് ലഭിച്ച രോഗസൗഖ്യത്തിന്റെ ഫലമായി അവൻ ദൈവത്തിലേക്ക് മടങ്ങി വന്നു. തുടർന്ന് വണ്ടി ഓടിക്കുന്നതിനിടയിൽ ഒരു അഭിപ്രായം അവൻ ആ അഭിപ്രായം എന്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മാറ്റങ്ങൾ ഉണ്ടാക്കി. അവൻ സ്വന്തം കൈകൾ വീശിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു: ഇന്നെനിക്ക് യേശു കുറെ കൂടി യാഥാർത്ഥ്യമായി തോന്നുന്നു. യേശു എന്റെ അടുത്തിരിക്കുന്നു. യേശു എന്നോട് സംസാരിക്കുന്നു. യേശുവാണ് എന്റെ വണ്ടി ഓടിക്കുന്നത്. അന്ന് അവൻ മനഃപൂർവ്വം എന്നിൽ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ സംസാരിച്ചതായി എനിക്ക് തോന്നിയില്ല. പക്ഷേ എന്റെ മനസ്സിനെ ഇളക്കിമറിച്ച വാക്കുകളായിരുന്നു അവൻ്റേത്. അവന്റെ സംസാരം എന്നിൽ ഒരു ഞെട്ടലുളവാക്കി. അവന് മാനസിക രോഗമാണോ എന്ന് പോലും ഞാൻ ചിന്തിച്ചുപോയി. അവൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് വെളിവാക്കപ്പെട്ട് കിട്ടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി ഞാൻ എൻ്റെ അന്വേഷണം തുടങ്ങി. അങ്ങനെ ഞാൻ ക്രിസ്തുവിലേക്ക് വന്നു. തിരുവചനം പറയുന്നു, കർത്താവിനെ കണ്ടെത്താൻ കഴിയുന്ന ഇപ്പോൾ തന്നെ അവിടുത്തെ അന്വേഷിക്കുവിൻ. അവിടുന്ന് അരികെയുള്ളപ്പോൾ അവിടുത്തെ വിളിക്കുവിൻ. ചുരുക്കത്തിൽ അന്വേഷണത്വരയുള്ള തുറന്ന മനസ്സ് സത്യം അറിയുന്നതിലേക്ക് നയിക്കുന്ന ഒന്നാമത്തെ കാൽവയ്പാണ്. അങ്ങനെ ഞാൻ സുവിശേഷങ്ങൾ വായിക്കുവാൻ തുടങ്ങി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിലൂടെ ഞാൻ യേശുവിന്റെ ജീവിതത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു തുടങ്ങി. എനിക്ക് ജീവിതത്തിൽ അനുകരിക്കാവുന്ന അല്ലെങ്കിൽ ബഹുമാനിക്കപ്പെടാവുന്ന ഒരു മഹാനായി, അതായത് മഹാത്മാഗാന്ധിയെ പോലെയോ രവീന്ദ്രനാഥ ടാഗോറിനെ പോലെയോ മാത്രമാണ് എനിക്ക് യേശുവിനെ പറ്റി ഉണ്ടായിരുന്ന കാഴ്ചപ്പാട്. പക്ഷേ ക്രമത്തിൽ ആ വ്യക്തിത്വം എന്നെ വശീകരിച്ചു. അതെന്നെ വ്യക്തിപരമായി സ്വാധീനിക്കുവാൻ തുടങ്ങി. ഒഴിവുകാലം കഴിഞ്ഞ് ഞാൻ വീണ്ടും ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തു. ആ ക്ലാസുകൾ കുറെ കൂടി ആകർഷകമായി എനിക്ക് തോന്നി. സാധാരണയായി ഇത്തരം ക്ലാസുകളിൽ സാക്ഷ്യം നൽകുന്നതിനായി യേശുവിലേക്ക് തിരിച്ചു വന്ന അനുഭവം പങ്കുവെക്കുവാനായി പലരും മുന്നോട്ട് വരാറുണ്ട്. ചിലപ്പോൾ വിദ്യാർത്ഥികളായിരിക്കും സാക്ഷ്യം നൽകുന്നത്. ആ ഇടയ്ക്ക് എയറോനോട്ടിക്സ് വിഭാഗത്തിൽ ഒരു പ്രൊഫസർ സാക്ഷ്യം പറയുവാനായി വന്നു. അദ്ദേഹം സ്വന്തം ജീവിതാനുഭവം എളിമയോടും തുറന്ന മനസ്സോടും കൂടി ഞങ്ങളുടെ മുന്നിൽ പങ്കുവച്ചത് എന്നെ ആശ്ചര്യപ്പെടുത്തി. അതെന്നെ വളരെയധികം സ്പർശിച്ചു. എന്റെ മനപരിവർത്തനത്തിന് കാരണമാക്കിയ അടിസ്ഥാനപരമായ രണ്ട് കാര്യങ്ങളിലൊന്ന് സുവിശേഷവും മറ്റൊന്ന് എനിക്ക് ശ്രവിക്കുവാൻ കഴിഞ്ഞ സാക്ഷ്യങ്ങളുമായിരുന്നു.
ഇംഗ്ലണ്ടിൽ താമസിക്കുന്ന സ്വന്തം സഹോദരനുണ്ടായ അനുഭവം വിദ്യാർത്ഥികളിൽ ഒരാൾ പങ്കുവച്ചു. മുൻകോപിയായ ഈ സഹോദരന് ആരുമായും കൂട്ടുകൂടുവാൻ കഴിഞ്ഞിരുന്നില്ല. സൗഹൃദ ബന്ധം പെട്ടെന്ന് വേർപെടുത്തുന്ന പ്രകൃതക്കാരനായിരുന്നു അയാൾ. അവസാനം അയാൾ യേശുവിനെ കണ്ടെത്തി. അതോടെ അയാൾ ശാന്ത സ്വഭാവക്കാരനായി മാറി. അദ്ദേഹത്തിൽ വന്ന മാറ്റം കണ്ട് അക്രമ സ്വഭാവവും മുൻകോപവും ഉണ്ടായിരുന്ന പഴയ വ്യക്തിയല്ല അദ്ദേഹത്തിന്റെ സഹോദരൻ ഇപ്പോഴെന്ന് മറ്റുള്ളവർ പറയാൻ തുടങ്ങി. ഈ സാക്ഷ്യം നേരിട്ട് പറഞ്ഞതല്ല എങ്കിലും അദ്ദേഹത്തിന്റെ സഹോദരനാണ് പങ്കുവച്ചതെങ്കിലും എന്നെ ആ സാക്ഷ്യം കാര്യമായി സ്വാധീനിച്ചു. ക്രിസ്തുവിന് ഇപ്രകാരം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വ്യത്യാസങ്ങൾ വരുത്തുവാൻ കഴിയുമെങ്കിൽ എന്റെ ജീവിതത്തിൽ ഇതുപോലൊരു മാറ്റം വരുത്തുവാൻ യേശുവിന് കഴിയുകയില്ലേ എന്ന് ഞാൻ ചിന്തിച്ചു. ആ സമയത്ത് തന്നെ എന്റെ ഹൃദയത്തിൽ യേശു പ്രവർത്തിക്കുവാൻ തുടങ്ങി. തൽഫലമായി എന്റെ പാപങ്ങളെപ്പറ്റി ഞാൻ ബോധവാനായി. ഏതെങ്കിലും ഒരു പ്രത്യേക പാപമല്ല, മറിച്ച് എന്റെ ജീവിതത്തിൽ അതുവരെ ഉണ്ടായിട്ടുള്ള സകല വീഴ്ചകളും യേശു എനിക്കൊരു ദർശനത്തിൽ എന്ന വണ്ണം കാണിച്ചു തന്നു. ഇത്രയും നാൾ എന്റെ ജീവിതത്തിന്റെ കേന്ദ്രബിന്ദു ഞാനായിരുന്നു. എനിക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരുന്നത്. എന്റെ സ്വന്തം മഹത്വത്തിനു വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചു കൊണ്ടിരുന്നതെന്നുള്ള സത്യം ഞാൻ അതോടെ മനസ്സിലാക്കി. ദൈവവചനം പറയുന്നു, ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും സ്വന്തം ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? ഒരുവൻ സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? യേശുവിനെ പറ്റിയുള്ള വ്യക്തിപരമായ അനുഭവമാണ് സ്വന്തം ജീവിതത്തിലെ പാപങ്ങളെപ്പറ്റി ബോധ്യമുണ്ടാകുവാനും അതുവഴി ആഴമായ പശ്ചാത്താപമുണ്ടാകുവാനും സഹായകമായത്. ധ്യാനഗുരുവിന്റെ പ്രസംഗം ശ്രവിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം എന്നോട് സംസാരിക്കുന്നതായി എനിക്ക് തോന്നി. എന്റെ സുഹൃത്തുക്കളിൽ ചിലർ എന്റെ കഴിഞ്ഞ കാലത്തെപ്പറ്റി അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരിക്കുമോ എന്ന് ഞാൻ സംശയിച്ചു. പക്ഷേ അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല. എന്നെ ബോധ്യപ്പെടുത്തിയിരുന്നതും ധ്യാനഗുരുവിന്റെ വാക്കുകൾ എന്റെ ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയിരുന്നതും പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനമായിരുന്നു. ഇതുവരെയും യേശുവിന് തുറന്ന മനസ്സോടെ സ്വന്തം ജീവിതം സമർപ്പിക്കാത്തവരുണ്ടെങ്കിൽ എഴുന്നേറ്റ് നിൽക്കുവാൻ ധ്യാനപ്രസംഗത്തിന്റെ അവസാനത്തിൽ ധ്യാനഗുരു ആവശ്യപ്പെട്ടു. യേശുവിന് എന്നെ തന്നെ സമർപ്പിക്കാനുള്ള ശക്തമായ ഒരു ഉൾപ്രേരണ മനസ്സിൽ കടന്നു വന്നപ്പോൾ തന്നെ അത് വേണ്ട എന്നുള്ള ശക്തമായ പ്രേരണയും ഉണ്ടായി. എന്റെ മനസ്സിലെ വിപരീതമായ ഈ ഉൾപ്രേരണകളാൽ പരിക്ഷീണിതനായി ഒരു പ്രതിമ കണക്കെ ഞാൻ ആ കസേരയിൽ അള്ളിപ്പിടിച്ചിരുന്നു. എന്റെ മനസ്സിലെ പോരാട്ടത്തിന്റെ ആദ്യ പ്രകടനമായിരുന്നു ആ ഇരിപ്പ്. എന്റെ ബുദ്ധിയുടെ തലത്തിലായിരുന്നു രണ്ടാമത്തെ സംഘടന നടന്നുകൊണ്ടിരുന്നത്. ആ ധ്യാനത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന എന്റെ സ്നേഹിതന്മാരോട് രക്ഷ പ്രാപിക്കുവാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. മറ്റൊന്നും തന്നെ വേണ്ട, യേശുവിനെ സ്വീകരിക്കുക എന്നവർ പറഞ്ഞു. എന്റെ ജീവിതത്തിൽ യേശുവിനെ സ്വീകരിക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രയാസമേറിയ കാര്യം. കാരണം ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ എന്തെങ്കിലും നേടിയിട്ടുണ്ടെങ്കിൽ അതെന്റെ സ്വന്തം പരിശ്രമത്തിലൂടെയായിരുന്നു. എനിക്ക് സ്കോളർഷിപ്പ് കിട്ടിയത് എന്റെ ശ്രമത്താലല്ലേ? എനിക്ക് ധനസഹായം ലഭിച്ചത്, അമേരിക്കയിൽ പഠിക്കുവാൻ കഴിഞ്ഞത്, ഒന്നാം തരം ജോലി ലഭിച്ചത്, ഇതെല്ലാം എന്റെ പരിശ്രമത്താലല്ലേ? ഞാൻ ആഗ്രഹിച്ചിരുന്ന രക്ഷ എന്റെ ഒരു പരിശ്രമവും കൂടാതെ തന്നെ നേടാമെന്നുള്ള ആശയം എനിക്ക് യുക്തിരഹിതമായി ആദ്യം തോന്നിയെങ്കിലും യേശു മനുഷ്യകുലത്തിന് നൽകുന്ന രക്ഷ സൗജന്യമാണെന്ന് മാസങ്ങൾക്ക് ശേഷം എനിക്ക് ബോധ്യപ്പെട്ടു. വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, ദൈവത്തിന്റെ ദാനമാണ്. അത് പ്രവൃത്തികളുടെ ഫലമല്ല. ദൈവം മനുഷ്യനിൽ നിന്ന് വിദൂരത്തല്ല എന്നും അവൻ്റെ എല്ലാ ജീവിത സാഹചര്യങ്ങളിലും അവനോടൊപ്പം ഐക്യപ്പെട്ടിരിക്കുന്നുവെന്നും ഈ സാക്ഷ്യത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ക്രിസ്തുമതത്തിലെ ഏകദൈവ വിശ്വാസവും അന്ത്യവിധിയെയും സ്വർഗനരകങ്ങളെയും കുറിച്ചുള്ള വിശ്വാസവും സൗരാഷ്ട്രമതത്തിലും കാണാം. സൗരാഷ്ട്രമത വിശ്വാസപ്രകാരം അവരുടെ ദൈവത്തിന് തിന്മയുടെ ഒരു മകനുണ്ട് എന്നുള്ളത് ഒരു വലിയ പോരായ്മയാണ്. കാരണം പരിപൂർണനായ ദൈവത്തിന് എങ്ങനെ തിന്മയുടെ ഒരു മകനുണ്ടാകും? ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? എന്തെന്നാൽ അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിനു വേണ്ടി തന്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു.
നാം ദൈവത്തെ സ്നേഹിച്ചു എന്നതിലല്ല, അവിടുന്ന് നമ്മെ സ്നേഹിക്കുകയും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരബലിയായി സ്വപുത്രനെ അയക്കുകയും ചെയ്തു എന്നതിലാണ് സ്നേഹം. ദൈവത്തിന്റെ ആത്മാവിനെ നിങ്ങൾക്കിങ്ങനെ തിരിച്ചറിയാം. യേശുക്രിസ്തു ശരീരം ധരിച്ചു വന്നു എന്ന് ഏറ്റുപറയുന്ന ആത്മാവ് ദൈവത്തിൽ നിന്നാണ്. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല. വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവാണത്. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നതുപോലെ നിങ്ങളും പരിപൂർണരായിരിക്കുവിൻ. ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാനാണ് ആടുകളുടെ വാതിൽ. ഞാനാണ് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ രക്ഷ പ്രാപിക്കും. നിങ്ങളിത് വിശ്വസിക്കുന്നുവോ? സമയം പൂർത്തിയായി. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുദപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നരുളി ചെയ്ത ലോകത്തിന്റെ ഏകരക്ഷകനായ യേശുനാഥ, നിന്റെ കുരിശുമരണത്തിലൂടെ മനുഷ്യവർഗത്തിന്റെ പാപം മുഴുവൻ ഏറ്റെടുത്ത് തിന്മയുടെ എല്ലാ അന്ധകാര ശക്തികളെയും തോൽപ്പിച്ച് പിതാവായ ദൈവത്തിന്റെ രക്ഷാകര പദ്ധതി പരിശുദ്ധാത്മ ശക്തിയാൽ പൂർത്തീകരിച്ച് ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവത്തിന്റെ ഏകപുത്രനായ യേശുനാഥ, നീയാകുന്ന സുവിശേഷത്തിൽ വിശ്വസിക്കാതിരുന്നതിനെയോർത്ത് ഞങ്ങൾ പശ്ചാത്തപിക്കുന്നു. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവനെ നിത്യജീവനുണ്ട്. അവന് ശിക്ഷാവിധി ഉണ്ടാകുന്നില്ല. പ്രത്യുത അവൻ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു എന്നരുളി ചെയ്ത ജീവന്റെ വചനമേ, അവസാന വിധിയുടെ നാളുകളിൽ ജീവന്റെ ഉയർപ്പിനായി നിന്റെ വലതുഭാഗത്ത് നിൽക്കുവാനായി ലോകത്തിന്റെ ഏകരക്ഷകനായ നീ മാത്രം നൽകുന്ന സൗജന്യ രക്ഷ ഞങ്ങൾ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നിന്റെ ശക്തിയും വാഗ്ദാനവുമായ പരിശുദ്ധാത്മാവിനെ ധാരാളമായി വർഷിക്കണമേ. Lamb of God, have mercy on me, a sinner. Lamb of God. ക്രിസ്തുവിന്റെ ഉത്ഥാനം അതുല്യമാണ്. അത് ലാസറിന്റെ ഉയർപ്പ് പോലെയല്ല. തന്നെ പുതപ്പിച്ചിരുന്ന തുണിയുമായി പെട്ടെന്നാണ് ലാസർ കല്ലറയിൽ നിന്നും പുറത്തു വന്നത്. എന്നാൽ യേശുവിന്റെ പുനരുത്ഥാന സമയത്ത് തന്നെ പുതപ്പിച്ചിരുന്ന വസ്ത്രങ്ങളെല്ലാം കല്ലറയിൽ തന്നെ ഉപേക്ഷിച്ചാണ് യേശു സ്വയം ഉയർത്തെഴുന്നേറ്റത്. ലാസർ ഉയർപ്പിന് ശേഷം കടന്നു വന്നത് ഭൗതിക ലോകത്തേക്കാണ്. എന്നാൽ യേശുവിന്റെ ഉത്ഥാനം ദൈവിക രാജ്യത്തേക്കായിരുന്നു. അവിടുത്തെ ശരീരം ആധ്യാത്മിക ലോകത്തിന് അവകാശപ്പെട്ടതായിരുന്നു. യേശു ജീവദാതാവാണ്. യേശുവിൻ്റെ കുരിശുമരണത്തിനു ശേഷം 3-ാം ദിവസം അതിരാവിലെ യേശുവിൻ്റെ കല്ലറ സന്ദർശിക്കുവാനെത്തിയ സ്ത്രീകൾ യേശുവിൻ്റെ ശരീരം കാണാതെ ദുഃഖിതരായി. തത്സമയം സ്വർഗത്തിൽ നിന്നു വന്ന 2 ദൈവദൂതന്മാർ യേശു താൻ അരുളി ചെയ്ത പോലെ 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു എന്ന് അവരെ അറിയിക്കുന്നു.
2000 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന പല ശവകുടീരങ്ങളും ഇന്നും അതേപടി ഈ ദേവാലയത്തിൽ സംരക്ഷിച്ച് നിലനിർത്തി വരുന്നു. യേശുവിൻ്റെ യഥാർത്ഥമായ ശവകുടീരത്തെപ്പറ്റി ആർക്കും അറിവില്ല. പക്ഷേ യേശുവിൻ്റെ മരണശേഷം 3 ദിവസം യേശുവിനെ അടക്കം ചെയ്ത സ്ഥലത്ത് നിലകൊള്ളുന്ന അൾത്താര ഈ ദേവാലയത്തിലുണ്ട്. അതുപോലെ യേശുവിനെ കുരിശിൽ തറച്ചുകൊന്ന സ്ഥലത്ത് ഒരു പൂന്തോട്ടവും അവിടെ ആരെയും അടക്കം ചെയ്യാത്ത ഒരു ശവകുടീരവും സ്ഥിതി ചെയ്യുന്നു. ഈ അടുത്ത കാലത്താണ് ബാഹ്യലോകം ഇതേപ്പറ്റിയെല്ലാം അറിഞ്ഞത്. എന്തായാലും ഈ മനോഹരമായ പൂന്തോട്ടവും പുരാതനമായ ശവകുടീരവും ജെറൂസലമിൽ നമുക്ക് കാണാവുന്നതാണ്.